أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 17-ാമത്തെ വചനമാണ് നിങ്ങൾ കേട്ട് കഴിഞ്ഞത്. ഈ വചനത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: സന്മാർഗം വിറ്റ് ദുർമാർഗം പകരം വാങ്ങിയവരത്രേ അവർ, അതിനാൽ അവരുടെ കച്ചവടം ലാഭമായിരിക്കുകയില്ല, അവർ നേർവഴി പ്രാപിച്ചതുമില്ല. ഈ ആയത്തിന് തഫ്സീർ നൽകിക്കൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഷ്തറൗ വലാലത്ത ബിൽ ഹുദ എന്ന വാക്കിൻ്റെ ഒരർത്ഥം അവർ സന്മാർഗം ഉപേക്ഷിച്ചുകൊണ്ട് ദുർമാർഗം വാങ്ങി എന്നുള്ളതാണ്. അതായത് അവരുടെ മുൻപിൽ സന്മാർഗവും ദുർമാർഗവും ഒരുപോലെ കാണിക്കപ്പെട്ടു. അപ്പോൾ അവർ സന്മാർഗം ഉപേക്ഷിച്ചുകൊണ്ട് ദുർമാർഗമാണ് അവർ തിരഞ്ഞെടുത്തത്. അള്ളാഹു ഓരോ മനുഷ്യനെയും പരിശുദ്ധനായിട്ടാണ് സൃഷ്ടിക്കുന്നത്. അതുമാത്രമല്ല, ഏറ്റവും ഉത്തമമായ കഴിവുകളും നൽകിക്കൊണ്ട് അള്ളാഹു സൃഷ്ടിക്കുന്നു. സൂറ അർ-റൂമിൽ 31-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഫിത്രത്തുല്ലാഹില്ലത്തി ഫത്തറൻ നാസ അലൈന. അള്ളാഹു ഏതൊരു പ്രകൃതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവോ ആ പ്രകൃതി കൈക്കൊള്ളുക. തുടർന്ന് അത്തീനിൽ അള്ളാഹു പറയുന്നു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നിശ്ചയമായും നാം മനുഷ്യനെ ഏറ്റവും ഉത്തമമായ രൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹു മനുഷ്യന് ഉത്തമമായ കഴിവുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് അവൻ്റെ സ്വന്തം തിന്മകളാലോ മാതാപിതാക്കളുടെ തെറ്റായ പ്രവൃത്തി കാരണമായോ ഈ ശുദ്ധമായ പ്രകൃതിയും ഉത്തമമായ കഴിവുകളും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രവാചക പ്രഭു ഖാതമുൻ നബിയീൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്രത്തി ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനിഹി. അതായത് ഓരോ കുഞ്ഞും ശുദ്ധമായ പരിശുദ്ധമായ പ്രകൃതിയിൽ ജനിക്കുന്നു. എന്നാൽ അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദിയോ മജൂസിയോ ക്രിസ്ത്യാനിയോ ആക്കി മാറ്റുന്നു. അതായത് ഒരു കുഞ്ഞ് പ്രകൃതിദത്തമായ രീതിയിൽ പരിശുദ്ധമായി കൊണ്ടാണ് ജനിക്കുന്നത്. എന്നാൽ മാതാപിതാക്കൾ അവൻ്റെ ബാല്യകാലത്ത് അവനെ തങ്ങളുടെ മതത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ അവൻ്റെ പരിശുദ്ധമായ ആ ജീവിതം അത് അവന് ത്യജിക്കേണ്ടി വരികയും വഴികേടിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടും വരുന്നു. അല്ലെങ്കിൽ അവൻ വളർന്ന ശേഷം അവൻ സ്വന്തം ഉത്തമമായ കഴിവുകളെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് സ്വയം നശിക്കാനും ഇടവരുന്നു. ഉദാഹരണത്തിന്, അള്ളാഹു മനുഷ്യന് ധൈര്യം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ധൈര്യം ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പകരം അവൻ അക്രമം ചെയ്യാൻ തുടങ്ങുന്നു. അതുപോലെ അള്ളാഹു നൽകിയിട്ടുള്ള മറ്റ് ഉത്തമമായ കഴിവുകളെ തെറ്റായി ഉപയോഗിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇവിടെ മാർഗദർശനം, അതായത് ഹിദായത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും ഉത്തമമായ കഴിവുകളെ വഴികേടിലാക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദുഷ്ടന്മാർ ഈ ശുദ്ധമായ കഴിവുകളെ തങ്ങളുടെ പുരോഗതിക്കായി നൽകപ്പെട്ട ഈ കഴിവുകളെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് അവൻ ദുരന്തം സ്വയം ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദീനീപരമായും ഭൗതികപരമായും ഉള്ള നേട്ടങ്ങളിൽ നിന്നെല്ലാം തന്നെ അവൻ ദൂരപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഈ ആയത്തിൻ്റെ, അതായത്
ഇഷ്തറൗൽ വലാലത്ത ബിൽ ഹുദ എന്നുള്ളതിൻ്റെ മറ്റൊരു അർത്ഥം ഇപ്രകാരം ഹസ്രത്ത് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു അൻഹു നൽകിയിരിക്കുന്നു. ഒരു വശത്ത് അള്ളാഹു മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവും സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നു. മറുവശത്ത് പ്രവാചകന്മാർ മുഖേന മനുഷ്യന് നന്മയും ഉപദേശവും മാർഗദർശനവും നൽകുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം ശൈത്താൻ തൻ്റെ ദുഷിച്ച ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യന് മുൻപിൽ അവൻ അവതരിക്കുന്നു. അവൻ അള്ളാഹു അയച്ച മാർഗദർശനം ഉപേക്ഷിക്കുകയും പിശാചിൻ്റെയോ അവൻ്റെ അനുയായികളുടെയോ തെറ്റായ വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നേർവഴി നിരസിച്ചുകൊണ്ട് അവൻ ളലാലത്തിലേക്ക് തെന്നി വീഴുകയും ചെയ്യുന്നു. തുടർന്ന് പറയുന്നു, വമാ റബിഹത്ത് തിജാറത്തുഹും എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അവിശ്വാസികൾ ഒരു വസ്തു സന്മാർഗം ഉപേക്ഷിക്കുകയും അതിന് പകരം മറ്റൊരു വസ്തു, അതായത് ളലാലത്ത് സ്വീകരിക്കുകയും ചെയ്യുന്നതിനാൽ ഇതിനെ വ്യാപാരം എന്ന് വിളിക്കുന്നു. അവർ തങ്ങളുടെ ഭാവനയിൽ ഒരു ലാഭകരമായ കച്ചവടം നടത്തിയെന്ന് കരുതുന്നു. അതായത് അള്ളാഹു നൽകിയ നല്ല ഫിത്രത്തിനെ ഉപേക്ഷിച്ച് വലിയ കാര്യങ്ങൾ അഥവാ വഴി പിഴച്ച ദുർമാർഗം അവർ സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ അള്ളാഹു അയച്ച മാർഗനിർദ്ദേശം ഉപേക്ഷിച്ച് പിശാചിൻ്റെ വാക്കുകളെ സ്വീകരിക്കുന്നു. അവർ കരുതുന്നത് ഇങ്ങനെ ചെയ്യുന്നതിനോട് തങ്ങൾ വലിയ ലാഭം നേടുമെന്നാണ്. എന്നാൽ അവർക്ക് യാതൊരു ലാഭവും ലഭിക്കുകയില്ല, മറിച്ച് അവർക്ക് നഷ്ടമായിരിക്കും ലഭിക്കുക. ഈ വ്യാപാരം അവർക്ക് വലിയ ചിലവേറിയതായി മാറുകയും ചെയ്യുന്നതാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.